എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ മൺസൂൺ മോർണിംഗ് റൈഡ് പോവാണ്. മഴക്കാലത്ത് മോർണിംഗ് കാലത്തൊരു റൈഡ് പോവാണ്. അത് കഴിഞ്ഞ വട്ടം ഇലക്ട്രിക് സൈക്കിളിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് വലിയ മഴയും കാര്യമൊന്നും സുഖമായിട്ടാണ് പോയിട്ട് വന്നത്. പക്ഷേ ഇന്ന് നമ്മൾ നോർമൽ ഒരു സൈക്കിളിൽ പോകാൻ പോവാണ്. അതിന് രണ്ട് ചോയ്സസാണ് ഉള്ളത്. നമ്മുടെ മാറിൻ്റെ MTB ഉണ്ട്, റോട്ടിൽ ഇറങ്ങാത്തൊരു സൈക്കിൾ, ഓഫ് റോഡിന് അടിപൊളിയായിട്ട് നീങ്ങുന്ന സൈക്കിളും, അതുപോലെ മാറിൻ്റെ ഒരു വണ്ടി ഇരിക്കുന്നുണ്ട് സനിക്യൂട്ട്. അതുപോലെ തന്നെ ഹോൺബാക്കിൻ്റെ M1 ഒരു അടിപൊളി സൈക്കിളാണ്. ഓൺലൈനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു സൈക്കിളാണ് ഹോൺബാക്കിൻ്റെ M1. ഇതിൻ്റെ റിവ്യൂ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാലത്ത് തന്നെ ഞാൻ കൺഫ്യൂഷനിലാണ് ഇതിൽ ഏത് സൈക്കിൾ എടുത്ത് പോകും എന്നുള്ളത്. ഇലക്ട്രിക് സൈക്കിള് അത് ഞാൻ മാറ്റി വെച്ചു. ഹൈബ്രിഡ് ആയാലും നമ്മുടെ ഹൈബ്രിഡ് സൈക്കിളായാലും എനിക്ക് ഒരു സുഖം തോന്നുന്നില്ല കേട്ടോ. എനിക്ക് ഫുൾ MTB ഭ്രാന്താണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് തന്നെ കൺഫേം ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ മാറിൻ്റെ MTB ഇവൻ എടുത്തിട്ടാണെങ്കിൽ കുറച്ചധികം കാലമായിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ നേപ്പാൾ ട്രിപ്പിനും കൊണ്ടുപോയിട്ടില്ല, ഒന്നിനും അങ്ങനെ എടുക്കാറില്ല. അതിൻ്റെ ടയറും അതിൻ്റെ പാർട്സും അവൈലബിലിറ്റി കിട്ടാൻ കുറച്ച് എളുപ്പമല്ല, നല്ല വിലയാണ്. അതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല. സോ നമുക്ക് പയ്യെ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കാലത്ത് ഒരു 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ തീരുന്ന ഒരു റൈഡാണ്, മോർണിംഗ് റൈഡ്. സോ സൺഗ്ലാസ് മുഖ്യം, ഒരു സ്കാർഫ് മുഖ്യം, പഞ്ചർ കിറ്റ്. നമുക്ക് കഴിഞ്ഞ ട്രിപ്പിന് മോർണിംഗ് റൈഡിന് പോയപ്പോൾ പല റൈഡിനും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു സാൻഡ് പേപ്പർ, പിന്നെ അത് ഒട്ടിക്കാനുള്ള സാധനങ്ങൾ, പിന്നെ നമ്മുടെ ഒപ്പിക്കൽ, നമ്മുടെ പഞ്ചർ കിറ്റിലല്ലോ, എയർ പമ്പ്, ഹാൻഡ് പമ്പ് എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ ഉള്ളിൽ കിടക്കട്ടെ, അത് രണ്ടും കിടക്കുന്നുണ്ട്. ഇൻ കേസ് ഓഫ് എമർജൻസി നല്ല ട്രയൽസും കാര്യങ്ങളൊക്കെ കാണാനാണെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ നീ പാഡ് അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേറെ കാര്യങ്ങൾ ഇതിൽ പ്രത്യേകിച്ചൊന്നും വയ്ക്കാനില്ല. 1-2 ബ്ലാഡർ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് ക്യാഷ്, അത് കാർഡുണ്ട്, പിന്നെ നമ്മൾ കുറച്ച് ക്യാഷ് ഇല്ലേ, ഇതെല്ലാം ഉറപ്പ് വരുത്തണത്. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഈ സാധനം എക്സൈറ്റ്മെൻറ്റ് കാരണം ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല കേട്ടോ. അവസാനം കടയിൽ കുമുകുമാന്ന് ഫുഡ് അടിച്ചതിന് ശേഷം കാശുണ്ടോയെന്ന് അറിയിക്കുള്ളൂ, നോക്കാറുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാഷ് കുറച്ച് ചില്ലർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ബ്ലാഡർ ഞാൻ ഇതിൻ്റെ ഉള്ളിലത്തെ ബ്ലാഡർ ഞാൻ എടുക്കുന്നില്ല. കാരണം അത് വെള്ളം അതിൽ വെച്ചിട്ടേ കുറേ അത് നല്ലോണം ക്ലീൻ ചെയ്യണം, എന്നിട്ട് എടുക്കാനും പറ്റില്ല. അപ്പോൾ അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ബാഗ് ഇട്ടിട്ട് നമുക്ക് പയ്യെ നമ്മുടെ മോർണിംഗ് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഈ സീരീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, താഴെ കമൻറ്റ് ചെയ്യണം, ഒന്ന് അഭിപ്രായങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. സോ ലൈക്ക് ചെയ്യുക. നേരെ നമുക്ക് മോർണിംഗ് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. കാലത്തെ മോർണിംഗ് റൈഡ് ശരിക്കൊരു ഒരു എന്താ പറയുക, ഒരു ബ്ലിസ് എന്നൊക്കെ ആണെങ്കിൽ പറയാം, അതുപോലെ കേട്ടാ. നോക്കിയാൽ നിങ്ങൾ, അടിപൊളി വഴി, ഫുള്ള് കാട് പ്രദേശമാണ് കേട്ടോ. ഇവിടെ ഒരു കോളേജ്, അക്കൗണ്ടിങ്ങിൻ്റെ കോർപ്പറേഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തൊരു കോളേജ്, വഴി നോക്ക് നിങ്ങൾ, എൻ്റെ പൊന്ന് സീൻ, അടിപൊളി വഴിയില്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പീസ്ഫുള്ളായ സ്ഥലം. അങ്ങനെ ഒരാളുമില്ല. വിജനതകളിൽ ആ പാട്ടില്ലേ, അതൊക്കെ പാടാൻ പറ്റിയ ഇതാ. എൻ്റെ മോനെ നോക്ക്, വഴി നോക്ക് നിങ്ങള്, അടിപൊളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനിയൊരു ക്ലൈംബാ വരണമെന്ന് തോന്നുന്നുണ്ട്. അതെ, 4 വീലേഴ്സ് പേ പാർക്കിംഗ് സോൺ, ബൊട്ടാണിക്കൽ. ഇതൊരു ഗാർഡൻ ആണ്, ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അറിയില്ല കേട്ടോ. പൈ നീങ്ങട്ടെ. എന്താ പറയാ, ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയില്ലേ. എൻ്റെ 2 സൈഡിലും കരിങ്കല്ലിൻ്റെ ഒരിതാണ്, അതിൻ്റെ നടുവിൽ കൂടെ ഒരു റോഡ്. ഓ, കാലത്ത് ബെഡിൽ നിന്ന് ഉറക്കം കളഞ്ഞ് എണീക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ്. പക്ഷെ അതവിടെ ഇറങ്ങിക്കഴിഞ്ഞാലേ മൈൻഡായാലും ബോഡി ആയാലും ഭയങ്കര റിഫ്രഷിങ് ആണ് കേട്ടോ. എൻ്റെ ദൈവം, അടിപൊളി. നമ്മൾ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ വന്നിരിക്കും. എനിക്ക് തോന്നുന്നത് ചേട്ടാ, ഇത് എന്തായിരുന്നു? ഇത് കോളേജായിരുന്നോ? കോളേജിൻ്റെ ഏരിയ ഫുള്ള് ഇതാണോ? ഫുള്ള് ആ, ഓക്കെ, താങ്ക് യു ഗൈസ്. കോളേജിൻ്റെ ആയിരുന്നു കേട്ടോ. അതൊരു കോളേജായിരുന്നു. കോളേജിൻ്റെ പേരെന്തായിരുന്നു? കുറേ ഉണ്ടല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ കുറേ കോളേജ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ.
ഞാൻ വിചാരിച്ചേ നല്ല നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കോളേജിൻ്റെ ഉള്ളിൽ കൂടെയാണ് വന്നത്. ചേട്ടാ ഞാൻ എത്ര അടുത്ത് കിടന്നിട്ട് ഈ വഴി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. മാപ്പാണ് കാട്ടിയെന്ന് കേട്ടാ. കുറേ പേര് മാപ്പ് കുഴി ചാടിക്കണു എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു ന്യൂസിലൊക്കെ. അതെനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. എന്നെ ഇതുവരെ കുഴി ചാടിച്ചിട്ടില്ല കേട്ടോ. മാപ്പും കൊണ്ട് അവിടെ പോയി ഇവിടെ പെട്ടു, അവിടെ പോയി ഇവിടെ വരാം. എനിക്ക് ഒരു സുഹൃത്തുണ്ട്, മാപ്പേ നോക്കില്ല. പുലർച്ചെ 2 മണിക്ക് ഞങ്ങളൊരു സൈക്കിൾ റൈഡിൻ്റെ ഇടയിൽ പുലർച്ചെയാണ് കേട്ടോ ആരോടെങ്കിലും സ്ഥലം ചോദിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ അല്ല മാപ്പിൽ നോക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞ് പുലർച്ചെ 2 മണിക്ക് കേട്ടോ ആരെങ്കിലും കാണട്ടെ അവരോട് വഴി ചോദിക്കാമെന്ന്. എന്താ പറയുക, നിങ്ങൾക്ക് അങ്ങനത്തെ കൂട്ടുകാരന്മാരുണ്ടോ ഗൈസ്? മാപ്പ് നോക്കാൻ പേടിയുള്ളവർ ഗൂഗിൾ മാപ്പ്. നമ്മളൊക്കെ അഡ്വാൻസ്ഡ് ആവണം കേട്ടോ. അപ്ഡേറ്റ് ആയിട്ട് നിൽക്കണം. അല്ലാതെ നമ്മൾ പഴഞ്ചൻ ഇതായിട്ട് നിന്നിട്ട് എന്താ കാര്യം? ഗൈസ് ക്ലൈംബ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 10 മിനിറ്റായി. അപ്പോഴേക്കും അവിടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേട്ടു കേട്ടോ. വാവ്, അടിപൊളി. കൊള്ളാം ഗൈസ്. ചെറിയൊരു ആശ്വാസത്തിൽ ഒന്ന് നിർത്താൻ വേണ്ടിയിട്ടുള്ള പറ്റിയ സ്ഥലമാണ്. അതിൽ കൂടെ വേണമെങ്കിൽ കയറി പോവാം, ഞാൻ പോണില്ല. ചെറിയൊരു വെള്ളച്ചാട്ടം. കുറച്ച് ശ്വാസം വലിക്കാൻ കുറച്ച് നേരം ഇവിടെ നിൽക്കാം കേട്ടോ. 10 മിനിറ്റായിട്ട് ക്ലൈംബ് കയറിക്കൊണ്ടിരിക്കുക. ആഹാ, ഗിയർ വേണ്ട. ഏറ്റവും വലിയ പല്ലിലാണ് ഇട്ടിരിക്കുന്നത് കയറ്റം കയറാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഫുള്ള് ഇറക്കാണ് കേട്ടോ. തിരിച്ചു വരുമ്പോൾ ഞാൻ കാട്ടിത്തരാം. അതെ, ഇപ്പുറത്തും ഉണ്ട്. ഇത് നിറച്ച് കേബിളുകളാണല്ലോ. എനിക്കറിയാൻ കഴിഞ്ഞത് നമ്മളിപ്പോൾ കണ്ട വെള്ളച്ചാട്ടമല്ലേ, അവിടെ നമ്മൾ തിരിഞ്ഞിപ്പോൾ ക്ലൈംബ് കയറിയിട്ടിരിക്കുകയാണ്. ഇവിടെ അടുത്തൊരു ചെക്ക് ഡാം ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ചെക്ക് ഡാം റൂട്ടാണോ പോണോ അതോ നമുക്ക് വഴി തെറ്റിയതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഈ ക്ലൈംബിൽ കയറി കഴിഞ്ഞാൽ ഒരു ചെക്ക് ഡാം ഉണ്ട്. അതിനെക്കാട്ടും മുന്നേ ഇവിടെ നിർത്താട്ടാ. ചേച്ചി നമുക്ക് കപ്പലിൻ്റെ മിഠായി വാങ്ങി വയ്ക്കാട്ടോ. നമുക്ക് അറിയാവുന്ന റൂട്ട് തന്നെയാണ്, എന്നാലും നമുക്ക് കപ്പലിൻ്റെ മിഠായും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകാം. ഇൻ കേസ് ഓഫ് എമർജൻസി എന്തെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ കപ്പലിൻ്റെ മിഠായി വാങ്ങാം. പിന്നെ എന്തെങ്കിലുമൊക്കെ നോക്കാം കേസ്. 5 കപ്പലിൻ്റെ മിഠായി എടുത്തില്ലേ? ഒരു 3 5 എടുത്തോ. ഇതെടുത്തോ. ആ ആണോ? ആ അപ്പോൾ എത്ര? 20 രൂപ മതി. അപ്പോൾ 4 എടുത്താൽ അപ്പോൾ ഒരെണ്ണം ഫ്രീ ഉണ്ടാവില്ലേ? അപ്പോൾ 2 എടുത്താലോ ഫ്രീ ഉള്ളൂ. ആ അപ്പം ഇനി വീണ്ടും 2 എടുക്കാന്നോ? ഒരെണ്ണം ഫ്രീ തരും. അപ്പോൾ 6 അത് പുതിയ നല്ല ഓഫറാണല്ലോ. buy 1 buy 2 get 1 ഫ്രീ അല്ലേ? ഇപ്പം എത്ര രൂപ? ഞാൻ എത്ര രൂപ? 20 10 20 30. ശരി 30. ശരി. ഓ മഴ പെയ്തല്ലോ. കപ്പലിന് വിട്ടായല്ല. പിടിച്ചോ, കഴിച്ചോടാ. നീ പിടിക്കണം. സ്കൂളിൽ പോകേണ്ടതല്ലേ? ആ എന്നാ പിടിക്ക്. അവർക്ക് കൊടുത്താൽ നിനക്ക് കൊടുത്തില്ല വിഷമാവില്ലേ? എനിക്ക് ഇത്ര പേർക്ക് വേണ്ട. അതാ ഇപ്പം മഞ്ചുണ്ട്, കപ്പലിൻ്റെ മിഠായി ഉണ്ട്. അപ്പോൾ നമുക്ക് പയ്യെ ഇവിടെ നിന്ന് നീങ്ങാം കേട്ടോ. കച്ചിത്തോട് ഡാം എന്ന് പറഞ്ഞാൽ ഡാമാണ് കേട്ടോ. ഞാൻ വട്ടായി വാട്ടർഫോളാണ് ഇട്ടത്, പക്ഷെ വേറെ ഏതോ ഡാമിൻ്റെ അവിടേക്ക് എത്തിയിട്ടത്. വട്ടായി ഞാൻ ഒരു വട്ടം പോയിട്ടുണ്ട്. ഈ ഡാം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ. ഡാം നോക്കാം നമുക്ക്. പക്ഷേ ഈ ക്ലൈംബ് കയറിയിട്ട് എത്തണം കേട്ടോ. ചേട്ടി കച്ചിത്തോട് ഡാം ഈ കയറ്റം കയറിയിട്ട് ആ വളവില്ലല്ലേ? ആ പോസ്റ്റിൻ്റെ അവിടെ മഞ്ഞ ഇതല്ലേ?
അപ്പോൾ അവിടെ ഒരു മഞ്ഞ പോസ്റ്റ് ഉണ്ട്, ഇതാന്ന് തോന്നുന്നുണ്ട്. അമ്മേ അതെ ഇതന്നെയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഡാം. കച്ചിത്തോട് ഡാം. ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു സ്ഥലമുണ്ട്. ഫോർ ദ ഫസ്റ്റ് ടൈം എൻ്റെ അറിവിലേക്കായി. അപ്പോൾ ഇതിൻ്റെ ഷട്ടറും കാര്യങ്ങളൊക്കെ എവിടെയാണോ നോക്കിയോ കേട്ടാ, നോക്കട്ടെ. ഇതേതോ ഒരു ഇവിടെയാന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ ഷട്ടർ. അവിടെ ഒരു വെള്ളച്ചാട്ടം പോകുന്നുണ്ട് കേട്ടോ, അതിൽ കൂടെ ഒഴുകിയിട്ടാണ് പോണത്. ഇവിടെ ഈ സൈഡിലാണ് ചെക്ക് ഡാമും സംഭവമൊക്കെ വരുന്നതുകൊണ്ട് നോക്കട്ടെ കേട്ടോ. ഇവിടെ എവിടെയാണുണ്ടോ ചെക്ക് ഡാമും ഇതിൽ കൂടെ. അപ്പോൾ വെള്ളം എവിടെയാണ് എടുക്കുന്നത്, അതിൽ കൂടെ ആവട്ടാ വെള്ളം എടുക്കണത്. ഞാൻ ചെറിയൊരു മഞ്ച് ബ്രേക്കേഴ്സ് ബൈക്ക് വെച്ചിട്ടുണ്ട് എൻ്റെ പൊന്നെ. ബൈക്ക് വെച്ചിട്ടുണ്ട്. അവിടെ അതിൻ്റെ ഓപ്പറേറ്ററും ബാക്കി ഇത് കളിക്കുന്നുണ്ട്. ഞാൻ സത്യമായിട്ട് എനിക്കിത് അറിയണ്ടായിരുന്നില്ല ഇവിടെ ഒരു ചെക്ക് ഡാമുള്ളത് കേട്ടോ. ഫസ്റ്റ് ടൈമാണ്, നീ കണ്ടിട്ടില്ല ഇങ്ങനൊരു സംഭവം. ഞാൻ വട്ടായി വാട്ടർഫോളിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷേ ഇങ്ങനൊരു ചെക്ക് ഡാമിലേക്ക് ആദ്യമായിട്ടാണ് ഈ റൂട്ടിലേ. ഇത് പുതിയതാണെന്ന് തോന്നുന്നുണ്ട്, എനിക്കത് തോന്നണം കേട്ടോ, പുതിയതാണെന്ന് തോന്നുന്നുണ്ട്. നോക്കി കണ്ടോ, പറഞ്ഞില്ലേ ഞാൻ പുതിയതായിട്ട് നന്നാക്കി വെച്ചിട്ടുള്ള ഇത് തന്നെയാന്ന് തോന്നുന്നുണ്ട്. കണ്ടോ ഇവിടെ നോക്കി, ആഹാ കണ്ട നല്ല വൃത്തിയിൽ ഉള്ളത്. ഈ വൃത്തി തുടക്കം ഇതിൽ തന്നെ ഉണ്ടാവുള്ളൂ. ഇത് പണി കഴിഞ്ഞിട്ട് എത്ര നാളായി ചേട്ടാ? ഇത് പണി കഴിഞ്ഞിട്ട് എത്ര നാളായി? അല്ല വർക്ക് നടക്കണോ? ഏതാ? ഒരു വർഷമായിട്ടാ? നൈസ്. പണി കഴിഞ്ഞിട്ടില്ല അല്ലേ? ഇവിടെ ആൾക്കാർ വന്ന് കുളിക്കാറുണ്ടോ? കുളിക്കണ സ്ഥലമാണല്ലേ? ഇവിടെ പടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നൈസ്. ഇവിടെ ഒരു പടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ ഇറങ്ങി കുളിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ കുളിക്കണില്ല, എനിക്ക് പേടിയാണ്. കാരണം ഒറ്റയ്ക്കേ ഉള്ളൂ. ആരും ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് കുളിയും ജപവും കാര്യങ്ങളും നടത്തരുത് കേട്ടോ. ഒറ്റയ്ക്ക് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, ഒറ്റയ്ക്ക് ഒരു പരിപാടികളും ചെയ്തോ. നിങ്ങൾക്ക് സേഫാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ. എനിക്ക് സേഫാണ്, എനിക്ക് പേടിയാണ്, എനിക്ക് ഉറപ്പില്ല കേട്ടോ. ഓക്കെ, ഇത് ഇവിടെ ഒരു ചെക്ക് ഡാം ഉണ്ട്. നമുക്ക് ഈ സൈഡിൽ കൂടെ ഒന്ന് പോയി നോക്കി നോക്കാം. ബൈക്ക് എടുത്തിട്ട് അവിടെ എന്തോ വീടോ അങ്ങനെ എന്തോ സംഭവം ഉണ്ട്. നമ്മുടെ ബൈക്കും കാര്യങ്ങളും അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഇതിൽ കൂടെ ഒരു ഇടവഴി കണ്ടു കേട്ടോ. കുറേ കാലങ്ങൾക്ക് ശേഷം എനിക്കൊരു ട്രോമ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ചെറിയൊരു ട്രോമ ഉണ്ട്. ട്രോമ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒറ്റയ്ക്ക് വരാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. കാരണം ഇതുപോലത്തെ ഒരു വഴി കൂടെ പോയിട്ടാണ് എൻ്റെ കാലുമ്പോൾ പാമ്പ് കടിച്ചത് കേട്ടോ. അതായത് നിങ്ങൾക്ക് സൗണ്ട് ഇല്ലാണ്ടിരുന്ന് കഴിഞ്ഞ് കേൾക്കാം. പേടിച്ച് ചെയ്താണ് കമൻറ്റ്. ഇവിടെ നല്ല നല്ല വെള്ളച്ചാട്ടം ഇറങ്ങാനുള്ളൊരു ഇതുണ്ട് കേട്ടോ. ആ ഭാഗം നിങ്ങൾ പേടിച്ചെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഇതുകൾ പേടിയാണ് കേട്ടോ. ഏകദേശം ഇതുപോലത്തെ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ടാണ് നല്ല വണ്ണമുള്ള ചേര. ഞാൻ ഈ കഥ മുന്നിൽ പറഞ്ഞിട്ടുണ്ടോയെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ദൈവേ ഒന്നുമില്ലല്ലോ, ഇല്ല ഗൈസ്. അപ്പോൾ അങ്ങനെ ഒരു ട്രോമ എൻ്റെ മനസ്സിൽ കിടക്കണ കാരണം ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊന്നും ഞാൻ ഒറ്റയ്ക്ക് വരാറില്ല കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പേടിയുള്ളൊരു സംഭവമാണ് ഈ ഒരു സംഭവം കേട്ടോ. ഈ ഒരു ട്രോമൻ്റെ മനസ്സിൽ ഇങ്ങനൊരു സംഭവം ഉള്ള കാരണേ ഞാൻ ആക്ച്വലി പോകാനിരുന്നത് ഓരപ്പൻകെട്ട് വാട്ടർഫോളിലേക്കാണ്. ഓരപ്പൻകെട്ട് വെള്ളച്ചാട്ടം.
ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാത്തതിൻ്റെ മെയിൻ കാരണം പാമ്പ് കാരണമാണ് കേട്ടോ. എനിക്ക് ഒരു വട്ടം ഉണ്ടായിട്ടുള്ളൂ. അത് പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് അതൊരു ഇതായിട്ട് നിന്ന് തുടങ്ങി, ഒരു ട്രോമ പോലെ ഇങ്ങനെ കിടന്നു തുടങ്ങി. അതുകൊണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നോക്ക്, ഈ ഒരു കാട് കേട്ടോ, വേറെ ആരുമില്ല, വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക്. ഒന്ന് ആലോചിച്ച് നോക്കി ആ ഒരു ഭീകരത. ആ സൺസ്ക്രീൻ പോയി കിട്ടി. സോ പാമ്പ് കാരണമാണ് ഞാൻ ഓരപ്പങ്കെട്ടിലേക്ക് പോകാണ്ടിരുന്നത്. അവിടെ കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു മൺസൂൺ റൈഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടേക്ക് ഇറങ്ങാൻ കാരണം പാമ്പ് കാരണമുണ്ട്. അവിടുത്തെ ആ ഒരു ട്രോമ കിടക്കണ കാരണം ഇവിടെ ഇങ്ങനെ നല്ലൊരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അയ്യോ കാലുമെന്തോ ഇത് വീണതാണ് കേട്ടോ. അപ്പോൾ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ ഇവിടുന്ന് പയ്യെ നീങ്ങാട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും അതുപോലത്തെ കുട്ടിക്കാലത്തുണ്ടായ, എനിക്കിപ്പോൾ കുട്ടിക്കാലത്തെല്ലാം ഉണ്ടായ 2-3 വർഷം മുന്നാണ് എനിക്കുണ്ടായത് ഒറ്റയ്ക്ക് ഇതുപോലെ പോയിട്ട്. എന്തെങ്കിലും ട്രോമ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു ട്രോമ പോലെ ഉണ്ട്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. നീന്താൻ പോവാണോ അതോ കഴിഞ്ഞാ കയറാൻ പോവാ? ഞാൻ ഇപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ, കണ്ടില്ല. ജസ്റ്റ് അങ്ങോട്ട് നീന്താറുണ്ടോ? അങ്ങോട്ട് നീന്താറുണ്ടോ? ഞായറാഴ്ച കുറേ പേരുണ്ടാവുമല്ലോ അല്ലേ? ആൾക്കാർ നീന്തി കുളിക്കുന്ന സ്ഥലമാണ് കേട്ടോ. സോ നമ്മൾ ഇതിൽ കൂടെ അങ്ങോട്ട് പോയിട്ട് ചെറിയൊരു റൗണ്ട് അപ്പ് ഡാമിന് ചുറ്റും ഒന്ന് റൗണ്ട് അടിക്കുക. വാഴക്കൊല നോക്കിയപ്പോൾ പൊതിഞ്ഞിട്ട് വേണമെന്നുണ്ടോ? ഇവിടേക്കൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടാ. നോക്കി കണ്ടോ, ഇവിടേക്കൊക്കെ വെള്ളം കയറി തുടങ്ങിയതാണ്. ഈ അറ്റം വരെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തോരം താഴ്ച ഉണ്ടാവുമോ എനിക്കറിയില്ല. അച്ഛൻ പോയി നോക്കിയിട്ട് പോകാന്ന് പറഞ്ഞോണം. ഒപ്പം വല്ലവരുണ്ടെങ്കിൽ തള്ളി വിട്ടാൻ. സോ ഇവിടെ ഇതാണല്ലോ വാട്ടർ ക്രോസിംഗ് ആണല്ലോ, റിവർ ക്രോസിംഗ്, ഡാം ക്രോസിംഗ് ആണല്ലോ. നടപടിയാവുമോ അതോ ഷൂ ഫുള്ള് നനയ്ക്കേണ്ടി വരുമോ? എന്തായിരിക്കും? ഹിയർ വി ഗോ ഗൈസ്. എന്താ അറിയില്ല, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്നൊരു സുഖം, ഒരു മനസ്സുഖം. ഷൂ എന്തായാലും നനഞ്ഞു, അത് വേറെ കാര്യം. എന്നാലും ഒരു മനസ്സുഖം. നമ്മൾ ഈ ഡാമിനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഫുള്ള് റബ്ബറും തോട്ടം കാര്യങ്ങളാണെന്ന് തോന്നുന്നുണ്ട്. അത് കഴിച്ച് ഇവിടെ റബ്ബറും തോട്ടം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതാണൊരു ചെക്ക് ഡാം, ഫുള്ളി കവേർഡായിട്ട് നമ്മൾ റൗണ്ട് അടിച്ചു. ഞാൻ ഒന്നുകൂടി കാട്ടിത്തരാം. ഇതേ നോക്കിയേ, നമ്മൾ ഫുള്ള് കവർ ചെയ്തു കേട്ടോ. ഫുൾ അവിടെ നിന്നാണ്, ആ അറ്റത്തു നിന്നാണ് വന്നത്. ഇതാ അവിടെ ഒരു ചേട്ടൻ, നമുക്ക് സൂം ചെയ്തിട്ട് കുളിസയും കിട്ടുമോ നോക്കി നോക്കാം കേട്ടോ. അവിടെ ഒരു ചേട്ടൻ കുളിക്കണ്ടായിരുന്നു. മറ്റേ LGTയുടെ ടൂൺ ഇടേണ്ടി വരുമോ? കൂട്ടുകാരന്മാരെ കണ്ട കഴിഞ്ഞ്. ഇത് ഫുള്ളൊരു ചെക്ക് ഡാം കേട്ടോ, അടിപൊളി. ഗൈസ് അഗെയിൻ നമ്മൾ ചെക്ക് ഡാം സഫ്റ്റല്ല ഫസ്റ്റ് ഡാം ക്രോസിങ്. ഇത് ഫുള്ള് കഴുകി വൃത്തിയാക്കേണ്ടി വരും, അത് വേറെ കാര്യം. എന്നാലും എൻ്റെ ആദ്യത്തെ ക്രോസിങ് ആയിരുന്നു ഗൈസ്. ഒരു ചെക്ക് ഡാം ക്രോസ് ചെയ്തു. ഇനി നമുക്ക് മുന്നോട്ട് പോകാട്ടോ. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ ക്ലൈം ഉണ്ടായിരുന്നില്ല, ഇറക്കം ഫുള്ള് ഒന്ന് ഇറങ്ങാട്ടോ. ഇതാണ് വെള്ളച്ചാട്ടോ. എന്റെ പൊന്നെ,
ഇറക്കിറങ്ങുമ്പോ അങ്ങനെ ചെയ്തില്ലെങ്കിലല്ലേ ഏതെങ്കിലും വണ്ടി സൈക്കിളിന്റെ എഞ്ചിനൊന്നുമില്ല, സൗണ്ടൊന്നും കേൾക്കില്ല, സാധനം ഇടിച്ച് പോവിട്ടോ. അത് ശ്രദ്ധിച്ചോളോ. പ്രത്യേകിച്ച് ഇതുപോലത്തെ മൺസൂൺ മോർണിംഗ് റൈഡ് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന സമയത്ത് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഓടിട്ടോ, അതിലൊരു നാണോ വിചാരിക്കണ്ട, പാർട്ട് ഓഫ് പ്രിക്കോഷൻ. ഇപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്, ഇതാണ് സംഭവം. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സർവകലാശാല, ഇതിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാനും വിചാരിച്ചേ കുറെ കോളേജുകൾ ആക്ച്വലി അത് കോളേജിന്റെ മറ്റൊരു വഴിയായിരുന്നു കേട്ടോ. ഇതാണ് അതിന്റെ മെയിൻ എൻട്രൻസ്. നമ്മൾ പോയിണ്ടായിരുന്നത് വേറെ ഷോർട്ട് കട്ട് വഴി കൂടെ, ഷോർട്ട് കട്ട് അല്ല, വേറൊരു ചെറിയ എൻട്രൻസിൽ കൂടെ ആയിരുന്നു. അതിൻ്റെ ഉള്ളിൽ കുറേ സ്ഥലം ഉണ്ടല്ലോ. അപ്പോൾ അടിപൊളി. ഞാൻ ആദ്യമായിട്ടാണ് കയറണം അതിൻ്റെ ഉള്ളിൽ. നിങ്ങളാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ റൈഡും കാര്യങ്ങളൊക്കെ, മോർണിംഗ് മൺസൂൺ റൈഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ എത്ര കാലറി ബേൺ ചെയ്തു അത്രയും കാലറി നമ്മൾ തന്നെ ഉള്ളിലേക്ക് കയറ്റണം ഗൈസ്. ഇൻടേക്ക് ഔട്ട്ടേക്ക് നമ്മൾ കളയുന്നു, അത് കയറ്റുന്നു. കുറച്ച് പോകാനുണ്ട്, അത് പോയിട്ടില്ല ഇതുവരെ, പക്ഷെ എന്നാലും നമ്മൾ മുന്നിൽ കയറ്റുകയാണ് ഗൈസ്. ഇഡ്ഡലി ഉണ്ട്, 1 2 3 ഇഡ്ഡലി ഉണ്ട്, ഒരു വടയുണ്ട്, വെള്ളം, ചായ കുഴപ്പമില്ല, ചൂടുവെള്ളം മതി ഇപ്പോൾ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇന്നത്തെ റൈഡ് ഏകദേശം ഞാനത് നോക്കിയിട്ട് പറയാം, സ്ട്രാവയിൽ നോക്കിയിട്ട് പറയാം. ഇങ്ങനത്തെ റൈഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടെ. ഞാൻ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ സ്ഥലങ്ങൾ ലൈക്ക് എക്സ്പ്ലോർ ചെയ്യാന്നൊക്കെ വേണമെങ്കിൽ പറയാമല്ലേ. ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് ഓരപ്പങ്കട്ടായിരുന്നു. അവിടെ ആ പാമ്പിൻ്റെ ഒരു ട്രോമ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കിടക്കുന്ന കാരണം അവിടേക്ക് പോകാനൊരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ വട്ടായി വാട്ടർഫോൾ അടിച്ചു. അപ്പോൾ അങ്ങനെ പോണ റൂട്ടിലാണ് ചെക്ക് ഡാം ഇതൊക്കെ വൈകിയത്. നോക്കിയപ്പോൾ 11 മണി ആവാറായി. അപ്പോൾ വീണ്ടും വെയിലത്ത് ചവിട്ടിയും ശരിയാവില്ല. നമുക്കൊരു 7 മണി തൊട്ട് 10 മണി വരെ അതിൻ്റെ ഉള്ളിൽ റൈഡ് അവസാനിപ്പിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. സോ ഫുഡ് കഴിച്ചിട്ട് എത്ര കിലോമീറ്ററായി, എത്ര സ്പീഡായി എന്നൊക്കെ കാട്ടിയിട്ടാ. സോ ഫുഡ് കഴിക്കട്ടെ ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ വീട്ടിലെത്തി. നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി ബാഗല്ല, നമുക്ക് ഈ സാധനം ഒന്ന് തുടയ്ക്കണം കേട്ടോ നല്ലോണം. വെള്ളം ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ ഉള്ള ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ അല്ലെങ്കിൽ ഫുള്ള് അവിടെ ഉണങ്ങിയിരിക്കും കേട്ടോ. അപ്പോൾ അത് ഇരട്ടി പണിയായിരിക്കും. അപ്പോൾ കൈയോടെ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ സൈക്കിളൊന്ന് തുടയ്ക്കണം. സൈക്കിള് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സൈഡിലത്തെ ചെളിയും കാര്യങ്ങളൊക്കെ ഒന്ന് പൊക്കോളൂ കേട്ടോ. ഇതിൻ്റെ അടിയിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഇനിയിപ്പോൾ ഹബിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ 3-ാം പക്കം അറിയാൻ പറ്റും കേട്ടോ ഏകദേശം ഒരു തീരുമാനമായി എന്നുള്ളത്. സോ ഒന്ന് കഴുകി വൃത്തിയാക്കി. ഇനി ആക്ച്വലി നമുക്ക് ഏകദേശം ഇന്ന് കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുള്ളത് മൺസൂൺ മോർണിംഗ് റൈഡിൽ നമ്മൾ ഏകദേശം ഓടിയിട്ടുള്ളത് 40 കിലോമീറ്റർ അങ്ങോട്ടാണ് ഏകദേശം ഓടിയിട്ടുള്ളത്. അത് ആവറേജ് 15 സ്പീഡോ അത്രയ്ക്ക് അങ്ങോട്ടാണ്. ഞാൻ ഇതിൽ കാട്ടിത്തരാം കേട്ടോ. നമ്മൾ ഏകദേശം ഓടിയിട്ടുള്ളത് 40 കിലോമീറ്റർ. ഇവിടെ 40 കിലോമീറ്ററാണ് നമ്മൾ ഓടിച്ചിട്ടുള്ളത്. 40 21 ആവറേജ് സ്പീഡ് 16, മാക്സിമം നോക്കണ്ട. എലിവേഷൻ 117 മീറ്റർ. ഇതൊക്കെയാണ് നമ്മൾ കാലത്ത് ഓടിച്ചിട്ടുള്ളത് കേട്ടോ. സോ വേറെ പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ മോർണിംഗ് റൈഡ് വേണമെങ്കിൽ #മോർണിംഗ് റൈഡ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഹാഷ്ടാഗ് ചെയ്യുക, എന്തെങ്കിലും അറിയിക്കുക തന്നെ കമൻറ്റ് ബോക്സിലൂടെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കേട്ടോ. സോ സ്റ്റേ ട്യൂൺഡ്. കിടിലൻ വ്ളോഗുകൾ വരാനുണ്ട്. കുറച്ച് നാൾ ഇനി വീട്ടിലത്തെ ഡെയിലി നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള വ്ളോഗുകളായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വലിയൊരു യാത്ര വരുന്നുണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. സപ്പോർട്ട് ചെയ്യുക. തുടർന്നും ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ തുടർന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. സ്റ്റിൽ ബൈ.